നമസ്കാരം സാറേ. സാധാരണക്കാർക്ക് താല്പര്യമുള്ള ഏറ്റവും ജനകീയരായ മലയാളത്തിലെ 3 പ്രധാനപ്പെട്ട കവികൾ, 3 കാലഘട്ടത്തിലെ കവികൾ. ഈ സാഹിത്യ ചരിത്രത്തിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ പുരാതന കവിത്രയത്തിലെ ആദ്യത്തെ ആൾ ഭാഷാപിതാവ് എഴുത്തച്ഛൻ, ആധുനിക കവിത്രയത്തിലെ സുപ്രധാനിയായ ആൾ കുമാരനാശാൻ, ആശാൻ, ആധുനികന്മാരിൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഏറ്റവും അതുല്യനായ കവി ചങ്ങമ്പുഴ. ഈ 3 കവികളെ ഒരു നൂലിൽ കോർക്കാൻ, ഒരു പൊന്നൂലിൽ, പട്ടുനൂലിൽ കോർക്കാൻ ശ്രമിച്ചാൽ ഒറ്റ വാക്യത്തിൽ സാർ എങ്ങനെ തുടങ്ങും? അതായത് ഇവർ 3 പേരും കവിത എങ്ങനെയാണ് എന്നത് കണ്ടേക്കുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. യെസ്. ഇപ്പോൾ ചങ്ങമ്പുഴ കവിതയെ കാണുന്നത് സർവാഡംബര വിഭൂഷിതയായി അരങ്ങിൽ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മായാമോഹിനിയായിട്ടാണ്. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി, ഒഴുകും ഉടയാടയിൽ അലയൊളികൾ ചിന്നി, ഉടലൊരു അഴകാർന്ന പോലെ അങ്ങനെ മിന്നി എന്നാണ്. അവരിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാവ്യദേവതയോട് കവിയുടെ എന്താണ്, തവ തലമുടിയിൽ നിന്നൊരു നാരുപോരും തരിക എന്നെ തഴുകട്ടെ പെരുമയും പേരും. അപാരമായ പ്രാർത്ഥനയാണ്. ഒറ്റ പ്രാർത്ഥനയാണ്. എന്താണ് ഇത് ചെയ്യുന്നു? പിന്നെ വേറൊരു സന്ദർഭത്തിൽ അതിനകത്ത് തന്നെ ചങ്ങൻ പറഞ്ഞിട്ടുണ്ട്, മുനിമാരും നുകരാത്ത സുഖചക്രവാളം നുകരുന്നു. വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, നിന്നർത്തനം എന്തത്ഭുത മന്ത്രവാദം. അപ്പോൾ ചങ്ങമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നൽകുന്ന, പെരുമയും പേരും അതാണല്ലോ, തീർച്ചയായിട്ടും നൽകുന്ന ഒരു ഉപാധിയായിട്ടാണ് ചങ്ങമ്പുഴ കവിതയെ ആരാധിക്കുന്നതും ഉപാസിക്കുന്നതും. കവിതയെ കാണാൻ യോഗം ഉണ്ടായിട്ടില്ല. ചങ്ങമ്പുഴയെ കവിതയെ ഉപാസിക്കുകയല്ല, കവിത ചങ്ങമ്പുഴയെ ഉപാസിക്കുകയായിരുന്നു, വിട്ടിട്ടില്ല. ഇത് വിട്ട് കഴിഞ്ഞാലും പോകാത്ത രീതിയിൽ. മറ്റേ എന്താണ് രാഘവൻ മാഷ്ട്ര പാട്ടിൽ, ഭാസ്കരൻ മാഷ്ട്ര പാട്ടിൽ പറയുന്നില്ലേ, പിരിയാൻ വിടാത്ത കാമുകി എന്ന് ഏതൊരു നഗരം നഗരം മഹാസാഗരം എന്ന് പറഞ്ഞ പാട്ടിൽ പറയുന്ന രീതിയിൽ ചങ്ങമ്പുഴ ഇങ്ങനെ അടക്കിയിരുന്നു. അപ്പം ലക്ഷ്യം ഈ കാവ്യനർത്തകി, ആ കാവ്യനർത്തകിയുടെ നൃത്തം കാണുക, അതിൽ നിന്ന് പെരുമയും പേരും എനിക്കുണ്ടാകണം. കുമാരനാശാനിലേക്ക് വരുമ്പോൾ ചിത്രം മാറി. കുമാരനാശാൻ പറയുന്ന, ആർക്കും നിൻ വടിവറിവില്ല, അർഘ്യമാല്യം കോർക്കും നിൻ പ്രതിമകൾ നോക്കി അർച്ചകന്മാർ, ഓർക്കും നിൻ മഹിമകൾ ആരവർക്ക്, രോമം ചീർപ്പതുണ്ട് മതി അമ്പ വിശ്വസിപ്പാൻ. ഒരാൾക്കും അറിയില്ല കാവ്യകല എന്താണെന്ന്, ആർക്കും നിൻ വടിവറിവില്ല. പക്ഷേ ഈ കവികളായിട്ടുള്ള അർച്ചകന്മാർ മുഴുവനും എന്ത് ചെയ്യണ്, ഈ മാല്യം ചോർത്ത് ഇത് കൊരുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്നിട്ട് ഇത് ചാർത്തിക്കുന്നുണ്ടെങ്കിലും അറിയാനും കഴിയുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. അതായത് എഫക്റ്റ് വെച്ചിട്ട് കോസ് ഉണ്ടെന്ന് പറയണ് ആശാൻ. കണ്ടിട്ടില്ല. ആശാൻ്റെ ഈ അജ്ഞേയത എല്ലാത്തിലും ഉണ്ട്. ആശാൻ്റെ കവിതകളിൽ അതാണ് അതിൻ്റെ ദർശനം. അജ്ഞേയത ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതാണോ ഇതാണോ എന്ന സംഘർഷം ആശാൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കവിതകളിലും ഈ സംഘർഷം അതിൻ്റെ ആധാരശ്രുതി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാൻ പറ്റില്ല എന്താണെന്ന്, അറിയില്ല, എന്തു ചെയ്യും? പക്ഷേ ഇത് കണ്ടിട്ടില്ല എന്നാൽ ഉണ്ടെന്നറിയുകയും ചെയ്യാം. എന്താണെന്ന് കണ്ടില്ല, പക്ഷേ ഓർക്കുമ്പോഴൊക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഐ ഡോണ്ട് നോ ദ കോസ് ബട്ട് ദ എഫക്റ്റ് ഈസ് ദർ. അപ്പോൾ അഗ്നോസ്റ്റിക്കാണ്, അജ്ഞേയമാണ്, ഉണ്ട് പക്ഷെ അറിയാൻ കഴിയുന്നില്ല. മറ്റവിടെ കണ്ട് വളരെ ദൃശ്യവൽക്കരിച്ച് സ്പ്ലെൻഡിഡായിട്ട് കണ്ട്, അത് ഞാൻ കണ്ട്, ആ നർത്തനം ഞാൻ കണ്ട്,
അതിന് ഇതിങ്ങനെ എന്താ ലളിതേ നിൻ കൺകോണുകൾ ഇളകവേ കണ്ട് കിളിപാറും മരതക മലർനിരകൾ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കണ്ട് വന്നിട്ടാണ് നിൻ നർത്തനം എന്തത്ഭുത മന്ത്രവാദം. ഈ മന്ത്രവാദം കണ്ട് അതിൽ ലയിച്ച് ഇരിക്കുകയാണ്. ഞാൻ കണ്ടു കഴിഞ്ഞ്. പക്ഷേ ഈ അദൃശ്യമോഹിനിയുടെ ഒരു അനുഭവ സത്തയിൽ നിന്ന് ദൃശ്യപരതയിലേക്ക് വരുമ്പോൾ കവിതയുടെ ഒരു ഭാവുകത്വത്തിന് എന്താ സംഭവിക്കുന്നത്? കവിതയുടെ ഭാവുകത്വം എന്ന് പറഞ്ഞാൽ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആശാൻ്റെ ഒരു ഡെൻസിറ്റി ഓഫ് പോയം അത് പലപ്പോഴും ചങ്ങമ്പുഴയിൽ കണ്ടിട്ടില്ല. ഞാൻ ചങ്ങമ്പുഴ കംപ്ലീറ്റ് വർക്കുകൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. ചങ്ങമ്പുഴ വലിയ കവിയാണെന്ന അഭിപ്രായവും എനിക്കുണ്ട്. വലിയ കവിയാണ് തീർച്ചയായിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുമാരൂൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കുമാരു ത്രസിക്കും നിന്ന്. കുമാരൂൻ്റെ ഓരോ സന്ദർഭത്തിലും വരുന്ന സമയത്ത് ആ കുമാരൂൻ്റെ ഈ കവിതയിൽ ഈ അജ്ഞാതമായിരിക്കുന്ന ഇതിൻ്റെ അത് അനുഭവിച്ചറിയുമ്പോഴുള്ള സംഘർഷം, ആ സംഘർഷം ത്രസിച്ച് നിൽക്കുന്നതാണ് കുമാരൂൻ്റെ ഓരോ വരിയും. അതല്ല കാവ്യത്തിൻ്റെ സങ്കല്പം. അതാണ് ഇതേ ചോദ്യം. അതുപോലെ തന്നെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വേശ്യയെ അവതരിപ്പിക്കുമ്പോൾ പോലും ആരാ കരുണയിൽ വാസവദത്തെ ഒരു കാര്യം അവളുടെ ശരീരഭംഗിയല്ല അവതരിപ്പിക്കുന്നത്. ആകെ പറയുന്നത് മഞ്ജുളാങ്കി ഇരിക്കുന്നു മതിമോഹിനി, കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ റാണി പോലെ ഒരു മഞ്ജുളാങ്കി ഇരിക്കുന്നു, ചില പ്രയോഗങ്ങളേ ഉള്ളൂ, മഞ്ജുളാങ്കി ഇരിക്കുന്നു മതിമോഹിനി എന്ന് പറഞ്ഞിട്ട് നിർത്തേണ്. അതുകൊണ്ട് ലോകമാതാവിനെ അവതരിപ്പിക്കുന്ന സമയത്ത് പാർവതി പ്രപഞ്ചമാതാവാണ്, പ്രകൃതി പാർവതി എന്നാണല്ലോ അതിൻ്റെ സംഗതി. ഒരു കമലഹാസൻ്റെ ഒരു സിനിമയിൽ അതിൻ്റെ ആ പാട്ടിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ ഇയാളൊരു നർത്തകനായിട്ട് അഭിനയിക്കുന്ന അതിൻ്റെ സാഗര സംഘമല്ല, വേറൊരു സിനിമയാണെന്ന് തോന്നുന്നു. ഇയാൾ നർത്തകനാണ് അതിനകത്ത്. ആ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കഥകളി ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഭരതനാട്യമൊക്കെ അയാളത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അതിനകത്ത് ഇട്ടിരിക്കുന്ന പാട്ട് പ്രകൃതി പാർവതി എന്നാണ്. ആ പാർവതിയെ അവതരിപ്പിക്കുന്ന വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാം എണ്ണ തേച്ച് അരയിൽ ഒറ്റമുണ്ടുമായി എന്നുള്ള പറഞ്ഞിട്ടാണ്. എന്തൊരു വളർച്ചസായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതാണ് കാവ്യ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ചോദ്യം ഭാഷാപിതാവിനോട് ചോദിക്കുമ്പോൾ എന്താ അവിടെ ചെല്ലുമ്പോഴെന്താണ് കംപ്ലീറ്റ് മാറി. എന്താണ് കവിത? അവിടെ ചെല്ലുമ്പോൾ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. ഈ കണ്ണ് പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മ രൂപമാണ്. അതിന് കണ്ണായിരുന്ന പൊരുൾ ഒരു ജമ്പാണ്. താനെന്നുറക്കിൽ അളവ് ആനന്ദമെന്ത്, ആ ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിഷ്വൽ ഇഫക്റ്റിൽ നിന്ന് തുടങ്ങുന്നു. അതിൽ നിന്ന് പേരും പെരുമയുമുള്ള ലൗകിക സുഖഭോഗങ്ങളിൽ അഭിരമിക്കാനുള്ള അഭിവാഞ്ച. മറ്റത് വരുമ്പോൾ ലൗകികമാണോ അലൗകികമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു നിത്യ സന്ദേഹത്തിലെത്തിക്കുന്ന ഒരു സന്ദേഹി. മറ്റവിടെ പോകുമ്പോൾ ഒന്നുമില്ല, ആനന്ദത്തിൻ്റെ അനുഭവം. അതെങ്ങനെയാണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്നൊരു ലോകം, മനസ്സുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ അറിയുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന അനുഭൂതിയിൽ ഞാൻ ആനന്ദം അനുഭവിക്കുന്നു. അപ്പം 3 കവികൾ കവിതയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പത്തിൽ തന്നെ അവരുടെ കാവ്യപ്രപഞ്ചം എന്താണെന്ന് പറഞ്ഞു വച്ചേക്കാണ്. അപാരമായ അനേകായിരം വഴികളുള്ള അപാരമായൊരു ആനന്ദാനുഭൂതി. അത് ആനന്ദത്തിന് ഒരു വഴിയല്ലല്ലോ. ആനന്ദത്തിന് ഒരു വഴിയല്ലല്ലോ. ഒരു വഴി മാത്രം എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നം പറ്റുന്നത്. അതെ അതെ. 3 ചോദ്യത്തിന് ഒരേ ചോദ്യത്തിന് 3 കാലങ്ങളിൽ 3 മഹാകവി. ഇവരാണ് മലയാളത്തിൽ ഇന്നും വലിയ കവികൾ. ഏറ്റവും കൂടുതൽ കാവ്യം അച്ചടിച്ച് ഇന്നും വിറ്റുപോകുന്ന ബെസ്റ്റ് സെല്ലർ എഴുത്തച്ഛനാണ്. ആയിരിക്കും. ഹരിനാമകീർത്തനം എല്ലാ കൊല്ലവും 1,00,000 കോപ്പി വിൽക്കുന്നുണ്ട്. രാമായണം ഇപ്പോൾ എല്ലാവരും അടിച്ച് വിൽക്കുന്ന കാരണം എത്ര കോപ്പി പോകുന്നുള്ളതെന്ന് നമുക്കറിയില്ല. ഇന്നും കവിത എന്ന് പറയുമ്പോൾ കവിതയെ ഗൗരവപൂർവ്വം കാണുന്ന എല്ലാവരും കുമാരനാശാനെക്കുറിച്ച് പറയും. ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ചങ്ങമ്പുഴയെക്കുറിച്ച് അറിയാതെ കൂടുതൽ നിങ്ങൾക്ക് ഒരു മലയാളി കവിതയിലേക്ക് ഉണ്ടാവില്ല, ഒരു മലയാളി സാധാരണക്കാരൻ ഉണ്ടാകുകയില്ല. പക്ഷേ ഇവർ 3 പേരും മലയാള കാവ്യ രംഗത്ത് പ്രശോഭിച്ച് നിൽക്കുന്നത് അവർക്ക് 3 പേർക്കും കവിത എന്ത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ട് എന്നുള്ളത്. അതെ, 3 ക്ലാസ്സിൽപ്പെട്ട ഒരു പക്ഷേ 3 മനോനിലയിൽപ്പെട്ട ആസ്വാദകരെ നിത്യമായി പിടിച്ചു നിർത്തിയേക്കാണ്. യെസ്, അതായിരിക്കും ഒരു പക്ഷേ മലയാളത്തിൻ്റെ സമഗ്രത എന്ന് വേണമെങ്കിൽ, മലയാളത്തിലെ കാവ്യസങ്കല്പത്തിൻ്റെ സമഗ്രത എന്ന് ഈ 3 പേരെയും ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. മലയാളത്തിൻ്റെ സുഹൃതങ്ങളായ ഈ 3 മഹാകവികൾക്ക് മുമ്പിൽ നമുക്ക് നമിക്കാം. പ്രണാമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.